വി ജോയ് എന്നാൽ വിക്ടറി ജോയ് എന്ന് ഉറപ്പിച്ചിരിക്കുന്നു ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ UDF BJP സ്ഥാനാർത്ഥികളെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏറെ പിന്തള്ളിക്കൊണ്ട് തൻ്റെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിനോടകം തന്നെ LDFിൻ്റെ വി ജോയ്. ഇടത് ആധിപത്യമുള്ള മണ്ഡലത്തിൽ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കഴിഞ്ഞ തവണ വിജയം നേടിയ അടൂർ പ്രകാശിൻ്റെ MP എന്ന നിലയിലുള്ള പൊള്ളത്തരം തുറന്നുകാട്ടാനായി എന്നതാണ് അഡ്വക്കേറ്റ് വി ജോയിയുടെ ഇതുവരെയുള്ള പ്രചരണത്തിൻ്റെ മേന്മ. അടൂർ പ്രകാശിനൊപ്പം BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ്റെ പ്രചരണങ്ങൾക്കും ചുട്ട മറുപടി നൽകിക്കൊണ്ടാണ് വി ജോയ് ആറ്റിങ്ങലിൽ മുന്നേറുന്നത്. പ്രചരണം അവസാന ലാപ്പിലായി കഴിഞ്ഞു. ചെങ്കൊടി പാറിപ്പറന്ന മണ്ഡലം ആറ്റിങ്ങൽ ഇടത് സ്ഥാനാർത്ഥികളെ ആവോളം നെഞ്ചേറ്റിയ വോട്ടർമാരുടെ നാടാണ്. മണ്ഡലം നിലനിർത്താൻ UDFിനായി അടൂർ പ്രകാശ് ഇറങ്ങിയപ്പോൾ LDFിനായി ശക്തനായി രംഗത്തിറങ്ങിയത് CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും വർക്കല MLAയുമായ വി ജോയ് തന്നെ. ഇടത് സ്ഥാനാർത്ഥി വി ജോയ്ക്ക് വേണ്ടി ആറ്റിങ്ങലിൽ കലാകാരന്മാരുടെ സംഗീത നിശയടക്കം രാഷ്ട്രീയ തീപ്പൊരി പ്രസംഗങ്ങളടക്കം മുന്നേറുകയാണ്. ഇക്കുറി കേന്ദ്രമന്ത്രിയും MPയും MLAയും തമ്മിലുള്ള ത്രികോണ പോരാട്ട മത്സരമാണ് ആറ്റിങ്ങലിനെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. കോൺഗ്രസ് സിറ്റിംഗ് MP അടൂർ പ്രകാശിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ വർക്കല MLA കൂടിയായ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി തന്നെ പാർട്ടി ചുമതലയേൽപ്പിച്ചു. BJP തങ്ങളുടെ A ക്ലാസ് മണ്ഡലങ്ങളിലൊന്നായി പരിഗണിക്കുന്ന ഇവിടെ കേന്ദ്രമന്ത്രി വി മുരളീധരനെയാണ് രംഗത്തിറക്കിയതും. 2008 നടന്ന മണ്ഡല പുനർനിർണയത്തിൽ ചിറയൻകീഴ് ഇല്ലാതായി ആറ്റിങ്ങൽ രൂപം കൊണ്ടതാണ്. ചിറയൻകീഴിൻ്റെ ഭാഗമായിരുന്ന കഴക്കൂട്ടം തിരുവനന്തപുരത്തിനൊപ്പം ചേർന്നപ്പോൾ കിളിമാനൂർ, ആര്യനാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ആറ്റിങ്ങലിൻ്റെ ഭാഗമായി. ഒപ്പം പുതുതായി രൂപം കൊണ്ട അരുവിക്കര, കാട്ടാക്കട എന്നീ മണ്ഡലങ്ങളും ആറ്റിങ്ങലിനൊപ്പം ചേർന്നു. 2019 തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം ഇവിടെ 13,39,985 ലക്ഷം വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. സംസ്ഥാന രൂപീകരണത്തിന് നടന്ന 57 തിരഞ്ഞെടുപ്പിൽ CPIയുടെ MK കുമാരന്റെ വിജയത്തോടെയാണ് ചിറയൻകീഴ് മണ്ഡലം ആദ്യമായി ചുവപ്പണിയുന്നത്. പിന്നീടുള്ള ചരിത്രത്തിലും LDFിന് മുൻതൂക്കമുള്ള കഥകളാണ് മണ്ഡലത്തിന് പറയാനുണ്ടായിരുന്നതും. 91 ശേഷം CPMനെ മാത്രം വിജയിപ്പിച്ചിരുന്ന മണ്ഡലമായിരുന്നു ഇപ്പോഴത്തെ ആറ്റിങ്ങൽ പഴയ ചിറയൻകീഴ്. ചിറയൻകീഴ് പിന്നെ പേരുമാറ്റി ആറ്റിങ്ങലുമായി നടന്ന 16 തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം 11 തവണയാണ് വിജയക്കൊടി പാറിച്ചത്. അതേസമയം കോൺഗ്രസിന് 6 തവണ ജയിക്കാനായി. ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ് ഇത്തവണത്തേത്. 7 ഇടത് MLAമാരുള്ള ലോക്സഭാ മണ്ഡലം ഏത് വിധേനയും തിരിച്ചു പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് CPM. ഇതിനായി വർക്കല MLA കൂടിയായ വി ജോയ് സുശക്തനായി കളത്തിലുണ്ട്. താഴെത്തട്ടിലുള്ള പ്രവർത്തനത്തിലൂടെ പ്രാദേശിക നേതാവായി വളർന്ന പിന്നീട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി MLAയുമൊക്കെയായ വി ജോയ് പ്രാദേശിക തലത്തിൽ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ മണ്ഡലത്തിൻ്റെ മുക്കും മൂലയും അറിയാവുന്ന സ്ഥാനാർത്ഥി തന്നെയാണ്. പ്രാദേശിക തലത്തിലുള്ള സൗഹൃദങ്ങളും പ്രവർത്തനങ്ങളും ജോയ്ക്ക് തുണയാകുമെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ. കൂടാതെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. ആഞ്ഞുപിടിച്ചാൽ ആറ്റിങ്ങൽ ഒപ്പം പോരുമെന്ന നിലപാടിലാണ് LDF. കഴിഞ്ഞ തവണ ശബരിമല വിഷയം ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രനിലേക്ക് വോട്ട് മറിഞ്ഞതിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന് സത്യമാണ്. ഇത്തവണ പക്ഷേ അത്തരം വിഷയങ്ങളൊന്നുമില്ല, അതൊന്നും അനുകൂലമാകുകയുമില്ല. പൊതു രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാകും ഇത്തവണ ആറ്റിങ്ങലിൻ്റെ വിധി നിർണ്ണയിക്കുക. കരുത്തർ കളത്തിലെത്തുമ്പോൾ ഇത്തവണ പോളിംഗ് ശതമാനം ആറ്റിങ്ങലിൽ ഉയരുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. പ്രചരണം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ ഇക്കുറി ആറ്റിങ്ങൽ വീണ്ടും ഇടതിനൊപ്പം തന്നെ സഞ്ചരിക്കുമെന്നാണ് ഏറെ പ്രവചനങ്ങളും സൂചനകളും.